വിചാരണ ആരംഭിച്ച അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സാക്ഷിമൊഴികൾ നിർണായകം. മെയ് 5-ന് വിചാരണ ആരംഭിച്ച കേസിൽ ഒന്നാം സാക്ഷി സക്കറിയ ഉൾപ്പെടെ 3 പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായി. കണ്ണൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ട കേസിൽ CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷും അടക്കം 31 പ്രതികളാണുള്ളത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, എത്രമാത്രം നിർണായകം സാക്ഷിമൊഴികൾ? കൃഷ്ണരാജ്, കൊലപാതകം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിചാരണ ആരംഭിച്ചത്. ഷുക്കൂറിനൊപ്പം കുത്തേറ്റ സക്കറിയയായിരുന്നു കേസിലെ ഒന്നാം സാക്ഷി. പരസ്യ വിചാരണ നടത്തിയുള്ള കൊലപാതകത്തിൽ ദൃക്സാക്ഷി മൊഴികളടക്കം വളരെ നിർണായകമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. കോടതിയിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ നൽകുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ കൊലപാതക കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്തായാലും 33 പ്രതികളായിരുന്നു ഈ കേസിൽ ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പ്രതികൾ ജീവിച്ചിരിപ്പില്ല. CPM നേതാവ് P. ജയരാജൻ കേസിലെ 33-ാം പ്രതിയും TV രാജേഷ് 32-ാം പ്രതിയുമാണ്. മെയ് 5-ന് ഈ കോടതിയിൽ എല്ലാ പ്രതികളും ഹാജരായിരുന്നു. അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് 2020 ഫെബ്രുവരിയിലാണ് കൊലപ്പെടുത്തിയത്. കണ്ണൂർ പട്ടുവം അരിയിൽ സ്വദേശിയും MSF പ്രവർത്തകനുമായിരുന്നു ഷുക്കൂർ. TV രാജേഷും P. ജയരാജനും അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഈ ആശുപത്രിയിൽ വെച്ച് നടന്ന ഒരു ഗൂഢാലോചനയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ആകെ 21 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. 13 വർഷത്തിന് ശേഷം വിചാരണ ആരംഭിക്കുമ്പോൾ എല്ലാ സാക്ഷിമൊഴികളും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കൃഷ്ണരാജ്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.